അതായത് ചേച്ചി ഇപ്പോൾ ചേച്ചിയുടെ ഒരു ആദ്യ വിവാഹം കഴിഞ്ഞതാണ്, സുധിച്ചേട്ടനുമായിട്ടുള്ള വിവാഹം ചേച്ചിയുടേത് രണ്ടാമത്തേതാണ് എന്ന് പറയുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ചേച്ചിയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. വിവാഹ ജീവിതം എന്ന് പറയത്തക്ക രീതിയിൽ സുധിച്ചേട്ടനുമല്ലാതെ മറ്റ് ആരെങ്കിലുമായിട്ടും ചേച്ചിക്ക് അങ്ങനെ വിവാഹ ജീവിതം എന്ന് പറയത്തക്ക രീതിയിൽ ഒരു ദിവസമെങ്കിലും കഴിയേണ്ടി വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് ഈ ആരോപണങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരമായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത്, രേണുസുധിയുടെ പഴയ ലൈഫിനെ പറ്റി അറിയേണ്ടവരെ അറിയിച്ചിട്ട് തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചതും. അതായത് എൻ്റെ നിയമപരമായിട്ട് എന്നെ കല്യാണം കഴിച്ചത് എൻ്റെ സുധിച്ചേട്ടൻ, എന്നെ താലി കെട്ടിയ സുധിച്ചേട്ടൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എനിക്കൊരു പഴയ ലൈഫ് ഉണ്ടെന്ന് പറയാം, സുധിച്ചേട്ടൻ്റെ മകനും അറിയാം. എല്ലാം അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ട് തന്നെയാണ് ഞാൻ. എനിക്ക് നാട്ടുകാരെ അല്ലെങ്കിൽ ഈ ആൾക്കാരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എന്നെ സ്നേഹിക്കുന്നവർക്ക് എൻ്റെ കാര്യങ്ങൾ അറിയാം. മനസ്സിലായോ? എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അതുപോലും അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ എന്നെ അറിയാം. ഇനിയും അതിൽ കൂടുതൽ ഈ എന്നെ തേജോവധം ചെയ്യാൻ വേണ്ടി ഞാൻ എന്തോ വലിയ അപരാധം ചെയ്തെന്ന് പറഞ്ഞ് ഈ പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്.